ബാലലീലകൾ. രാമകൃഷ്ണന്മാർ വളർന്നു തുടങ്ങി. അവർ ഇഴയാനും കമിഴ്ന്നു നീന്തുവാനും തുടങ്ങി. മുട്ടുകുത്തി നടക്കുവാനും എഴുന്നേറ്റ് നിന്ന് ചുവടുകൾ നടക്കാനും തുടങ്ങി. കുട്ടികളുടെ ഈ വളർച്ച എല്ലാവർക്കും നയനാഭിരാമമായിരുന്നു. അവരുടെ ലീലാവിലാസങ്ങൾ കണ്ട് എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി. കിങ്ങിണിയും തളയും വളയും മോതിരവും മണിച്ചങ്ങലയും പൊന്നരഞ്ഞാണവും പുലിനകവും അണിഞ്ഞ് കുസൃതികളായ കുട്ടികൾ അടുത്ത വീട്ടിലേക്ക് പോയി തുടങ്ങി. അതോടൊപ്പം അവരുടെ വികൃതികൾ കൂടി വന്നു. അമ്മമാർ പശുക്കളെ കറക്കാൻ വരുന്നതിന് മുമ്പ് കുട്ടികളെ വിട്ട് കുടിപ്പിക്കുക, മുന്നിൽ കാണുന്നതെല്ലാം തല്ലി തകർക്കുക, പാത്രങ്ങളിൽ വച്ചിരിക്കുന്ന പാൽ ചെരിച്ചു കളയുക, പാത്രങ്ങളിൽ മൂത്രം നിറച്ച് വയ്ക്കുക, കാച്ചി വെച്ചിരിക്കുന്ന പാല് ആവശ്യം പോലെ കുടിച്ച് ബാക്കിയുള്ളത് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കുക. ഇതൊക്കെ അവരുടെ വികൃതികളിൽ പെടും. മുകളിലിരിക്കുന്ന പാൽപാത്രങ്ങൾ കൂർത്ത കോലുകൊണ്ട് കുത്തി ഓട്ടയാക്കി അതിലുള്ള പാലും തൈരും കുടിച്ച് ആരെങ്കിലും കാണുമ്പോൾ പേടിച്ചിട്ടെന്ന പോലെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. യശോദ പാലും തൈരും വെണ്ണയും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അടുത്ത വീടുകളിലെല്ലാം ചെന്ന് അത് മോഷ്ടിച്ച് കുടിക്കാൻ തുടങ്ങി. പാലും തൈരും വാനരന്മാർക്ക് കൊടുത്ത് ആ പാത്രം പൊട്ടിച്ചു വയ്ക്കാനും അവർ മടിച്ചില്ല. ഇത് കണ്ട് ശോഭിച്ചു വരുന്ന അമ്മമാരെ നോക്കി ചിരിച്ചും ഗോഷ്ഠി കാണിച്ചും അവരെ സന്തോഷിപ്പിക്കും. നിവർത്തിയില്ലാതായപ്പോൾ പലരും യശോദയുടെ അടുത്ത് പരാതിയുമായി എത്തി. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അഥവാ അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ അതങ്ങ് ക്ഷമിക്കുക. ഇതാവും യശോദയുടെ മറുപടി. പശുവിൻ്റെ പിന്നാലെ പോകുക, വാലിൽ പിടിച്ചു വലിക്കുക, പട്ടിയുടെ പുറത്ത് കയറുക, വാനരൻ്റെ വായ തുറന്ന് പല്ലെണ്ണി നോക്കുക തുടങ്ങി മൃഗങ്ങളുമായിട്ടുള്ള കുട്ടികളുടെ സഹവാസം കണ്ട് അമ്മയ്ക്ക് പേടിയായി. കുട്ടികൾക്ക് വല്ലതും പറ്റുമോ എന്ന്. ഗോപന്മാരുടെ വീടുകളിൽ ചെന്ന് ഉണ്ണിവയറ് ഒട്ടിപ്പിടിച്ചു കാണിക്കും. എന്താ കണ്ണ, ഇന്ന് അമ്മ പാലൊന്നും തന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നില്ലെന്ന് പറയും. ഇത്തിരി പാല് കുടിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പാല് കൊടുക്കും. വയറ് നിറയെ പാല് കുടിക്കും. അവിടെ നിന്ന് അടുത്ത ഗോപികയുടെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് പാലും വെണ്ണയും ചോദിക്കും. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മ ചോദിക്കും, എന്താ കണ്ണ നിൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുന്നത്? ആ ഗോപികമാരൊക്കെ പാല് കുടിപ്പിച്ച് ഇങ്ങനെയായതാണമ്മേ. ഇത് കേൾക്കുമ്പോൾ അമ്മ ഗോപികമാരെ ചീത്ത പറയും. കണ്ണൻ അത് കേട്ട് ആസ്വദിക്കും. കണ്ണൻ പാല് കട്ടുകുടിക്കുന്നുണ്ടോ എന്ന സംശയമായപ്പോൾ ഗോപികമാർ പാല് ഉറിയിലാക്കി വെച്ചു. കണ്ണൻ ബലരാമസ്വാമിയുടെ പുറത്ത് കയറി ഉറിയിൽ നിന്ന് പാലെടുത്ത് കുടിക്കും. ഗോപികമാരുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ചാടി ഓടാൻ തുടങ്ങും. കണ്ണൻ മാത്രം ഉറിയിൽ തൂങ്ങിക്കിടക്കും. നീ അങ്ങനെ മുകളിൽ കയറിയെന്ന് ചോദിക്കുമ്പോൾ പറയും, പൂച്ച പാല് കുടിക്കാൻ കയറിയപ്പോൾ അതിനെ ഓടിക്കാൻ വന്നതാണെന്ന്. അങ്ങനെയൊക്കെ ഓരോ നുണകൾ പറഞ്ഞ് ഭഗവാൻ ഗോപികമാരുടെ മനസ്സ് തന്നിലേക്ക് എത്തിച്ചു. ഗോപികമാർക്ക് ഭഗവാനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ